എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിപ്പ് ഹോപ്പ് ആദിയുടെ സംവിധാനത്തിൽ വന്ന കടസി ഉലകപ്പോർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ 2028 2029 കാലഘട്ടങ്ങളിൽ ആരംഭിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നട്രായൻ്റെ വോയിസ് ഓവറിലാണ് ഈ കഥ തുടങ്ങുന്നത് തന്നെ. അതായത് നട്രായൻ വന്നിട്ട് ഒരു കിങ് മേക്കറാണ്. അതായത് അയാളുടെ സ്വന്തം മാമനെ തന്നെ വന്നിട്ട് CM ആക്കി വെച്ചിരിക്കുകയാണ്. നട്രായന് വന്നിട്ട് ഈ എന്താ പറയുക പദവി അതിൻ്റെ മേലെയൊന്നും ഒരു ആഗ്രഹമില്ല, പൊളിറ്റിക്കലും ആഗ്രഹമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് നടക്കണം. അതുകൊണ്ട് ആ പവർ മാത്രം ഇയാൾക്ക് ആവശ്യമാണ്. അങ്ങനെ കൊണ്ടുപോകുന്നു ആദ്യത്തെ ഭാഗങ്ങൾ. അതായത് നമ്മുടെ നട്രായൻ്റെ മാമനായി വരുന്ന CM വന്നിട്ട് നാസറാണ്. നാസറിനൊരു മോളുണ്ട്. ആ മോള് വന്നിട്ട് നമ്മുടെ ഹിപ്പ് ഹോപ്പ് ആദീനെ വന്നിട്ട് സ്നേഹിക്കുന്നു. ഈ ഒരു കഥ ഒരു സൈഡിലിരിക്കുമ്പോൾ വേൾഡ് പൊളിറ്റിക്സിൽ എന്ത് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് നമുക്ക് എന്താ പറയുക UN ആണ് വന്നിട്ട് പല നാടുകളുടെയും ഒരു എന്താ പറയുക കൂട്ടായ്മയായിട്ട് വരിക. പക്ഷേ ആ സിനിമയുടെ കാലഘട്ടത്തിൽ കാണിക്കുന്നത് വന്നിട്ട് റിപ്പബ്ലിക് എന്നൊരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 72 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായി കാണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതായത് ഈ റിപ്പബ്ലിക്കിൻ്റെ കൂടെ ചേരാത്ത രാജ്യങ്ങൾക്കൊക്കെ അവർ വന്നിട്ട് ഇക്കണോമിക്കൽ ബ്ലോക്കേജ് വയ്ക്കുകയും അതേപോലെ അവരുടെ പോലെ യുദ്ധങ്ങൾ പുറപ്പെടുവിക്കുകയും എന്നിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വരുന്നു. അങ്ങനെ റിപ്പബ്ലിക്കിൻ്റെ കൂടെ ഇന്ത്യ ചേരാത്തതുകൊണ്ട് ഇന്ത്യയുടെ മേലെ അവരൊരു യുദ്ധപ്രഖ്യാപനം നടത്തുകയും അങ്ങനെ ഇന്ത്യയുടെ അതായത് സൗത്ത് ഇന്ത്യയുടെ ഭാഗം വന്നിട്ട് അവരുടെ കൈവശപ്പെടുത്തി വയ്ക്കുകയും ആ യുദ്ധം മൂലം വന്നിട്ട് സാറ്റലൈറ്റ് മുതൽ എല്ലാത്തിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ച് പോയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കും വരികയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഹീറോയുടെ ലീഡർഷിപ്പിൽ ഇവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ കടത്തിൻ്റെ കഥ. ഈ പടത്തിൻ്റെ കഥ തന്നെ ഒരു വ്യത്യാസമായിരുന്നു. കാരണം 2028-29 ലോകം എങ്ങനെയുണ്ടാവും, അതേപോലെ എന്താ പറയുക ഈ അരച്ച മാവ് തന്നെ അരയ്ക്കാണ്ട് പുതിയതായിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പം പടം നന്നായിരിക്കും എന്ന് വളരെയധികം പ്രതീക്ഷിച്ചു. 2028-29 വന്നിട്ട് ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് വരുന്ന എന്താ പറയുക കറപ്ഷൻസ് വന്നിട്ട് അവരെങ്ങനെ വാങ്ങുന്ന കൈക്കൂലികളൊക്കെ ഹൈടെക് ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ പഴയ പോലെ തന്നെ എന്താ പറയുക കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റോറി കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്കത് പടം ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഒരു എന്താ പറയുക ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർ കക്കുന്ന പണമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്ര ഏജൻസികൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക ഒരു അടുത്ത ഫ്യൂച്ചറിലൊക്കെ എന്തൊക്കെ ടെക്നോളജികൾ കൊണ്ടുവരണം, അതൊക്കെ ശരിക്കും എങ്ങനെ ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഒരു ജാതി ഒരു ഭാരി ബോറായി പോയി കേട്ടോ. അതേപോലെ തന്നെ ഇന്ത്യയെ പോലെ ഒരു എന്താ പറയുക മിലിറ്ററി സെറ്റപ്പുള്ള ഒരു രാജ്യത്തിന് വെറുതെ ഒരു ചെറിയൊരു 2 നാൾ യുദ്ധത്തിൽ ആകുമ്പോഴത്തേനും അവരങ്ങനെ പിടിച്ച് അടിമയാക്കി വയ്ക്കുക എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അല്ല, ഇതൊരു ചിന്തിക്കാൻ ഒരു ബോധമെങ്കിലും വേണ്ട ഡയറക്ടറിന്. അങ്ങനെ നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ പിടിക്കണമെങ്കിൽ അവർ എത്ര ഹൈടെക് ആയിരിക്കണം, അവർ എത്രയും പവറുള്ള മിലിറ്ററി ആയിരിക്കണം. ഇതിൽ കാണിക്കുന്നതൊക്കെ എന്താ പറയുക ഒരു ജാതി മൊക്ക വില്ലന്മാരെ കാണിക്കും. അതേപോലെ ആ മിലിറ്ററിക്കകത്തേക്ക് കയറിയിട്ട് നമ്മുടെ കഥാനായകനും ടീമും അവരെ അടിച്ച് പഞ്ചറാക്കുന്നതും അതൊക്കെ ശുദ്ധ മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. അതായത് എന്താ പറയുക ആ സിനിമ ടീമിന് അവർക്ക് തോന്നിയ പോലെ അവരുടെ ഇഷ്ടത്തിന് വളച്ച് സിനിമ എടുത്തിട്ടുണ്ട്. ഈ റിപ്പബ്ലിക്കിൻ്റെ മിലിറ്ററി ക്യാമ്പിലേക്ക് പോകുമ്പോൾ സിമ്പിളായിട്ട് അവരുടെ സെക്യൂരിറ്റീനെയൊക്കെ അടിച്ച് ധ്വംസം ചെയ്ത് പോവുക വരിക അതൊക്കെ വന്നിട്ട് ഒരു ജാതി ഭയങ്കര ശുദ്ധ മണ്ടത്തരമായിട്ട് തോന്നി. അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഒരു ഹൈടെക് സിനിമയൊക്കെ വരുന്ന സമയത്ത് വില്ലന് നല്ല പ്രാധാന്യം കൊടുക്കണം. ഇതിൽ വന്നിട്ട് ആദ്യം വന്നിട്ട് നമ്മൾ വിചാരിക്കും നട്രായനാണ് വില്ലൻ എന്ന് വിചാരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരുത്തനാണ് വരിക. അവനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ജാതി മൊക്ക വില്ലൻ എന്ന് പറയുമല്ലോ, ആ സംഭവമായിരുന്നു. പിന്നെ ശരിക്കും സെക്കൻഡ് ഹാഫിൽ അതേപോലെ നട്രായൻ വന്ന് നല്ലവനാണോ അതോ ഒരു മോശമാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ തന്നെ കുറച്ച് വൈകും. മൊത്തത്തിൽ നട്രായനാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് തന്നെ. പടത്തിൻ്റെ പ്ലസ് പോയിൻ്റ് പറയുകയാണെങ്കിൽ
നല്ലൊരു കഥയായിരുന്നു. പക്ഷേ വന്നിട്ട് അവർ തിരക്കഥയിൽ വന്നിട്ട് അത് കുറച്ച് അവർക്ക് സ്ലിപ്പായി പോയി. എന്നാലും ഈ പടത്തിൻ്റെ ഈ ചെറിയ ബഡ്ജറ്റിൽ നല്ല VFX, നല്ലൊരു വിഷ്വൽസ്, അതേപോലെ മ്യൂസിക് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഥ ഒരു നല്ല കഥയായിട്ട് അവർ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയ തിരക്കഥ ഇവർ കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ നമുക്ക് വന്നിട്ട് ഈ സിനിമയിൽ വന്നിട്ട് ഏതൊരു ക്യാരക്ടറും വന്നിട്ട് മനസ്സിൽ നിൽക്കുന്ന പോലെയില്ല. ഐഡിയ ഒക്കെ നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത് വന്നിട്ട് എന്താ പറയുക, സിനിമയായിട്ട് നമ്മുടെ കൺമുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ശരി, ബൈ.